ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ദളപതി വിജയെ കാണാൻ പട്ടാമ്പിയിൽ നിന്ന് കാൽനടയായി യാത്ര തുടർന്ന യുവദമ്പതികൾ. താനൂരിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇപ്പോൾ പട്ടാമ്പിയിലെത്തിയത്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദളപതി വിജയ് അണ്ണനെ കാണണം. അതിന് താനൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് നടക്കുകയാണ് ഡ്രൈവറായ KS മുഹമ്മദ് റാഫിയും ഭാര്യ ഷഹനയും. സിനിമകളിലൂടെ വിജയ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ അത്രയേറെ ഇഷ്ടമാണ് ഇവർക്ക്. അന്നു മുതൽ കടുത്ത ആരാധനയാണ്. നേരിൽ കാണാനുള്ള ആഗ്രഹം പണ്ടേയുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച് ജയിക്കുകയും മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്തതോടെ ആ ആഗ്രഹം കടുത്തു. ചെന്നൈയിലെത്തി അദ്ദേഹത്തെ കാണാൻ തന്നെ തീരുമാനിച്ചു. നടന്നു പോകാനായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് നടക്കാൻ തീരുമാനിച്ചു. ഇക്കഴിഞ്ഞ 6-ന് ബുധനാഴ്ച ഷഹനയുടെ നാടായ താനൂരിൽ നിന്ന് കാൽനടയായാണ് യാത്ര തിരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പിയിലെത്തിയത്. ഉച്ചസമയങ്ങളിൽ വിശ്രമിച്ചും രാത്രി എവിടെ എത്തുന്നോ അവിടെ ടെന്റിൽ താമസിച്ചും പെട്രോൾ പമ്പുകളിൽ നിന്ന് ഫ്രഷായുമാണ് ഇവരുടെ യാത്ര. ചെറുതാകുമ്പോഴേ ഞങ്ങൾക്ക് സിനിമയെല്ലാം കണ്ട് അങ്ങനെ ഒരു ആരാധന തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ വലുതാകുമ്പോഴത്തേന് നമ്മൾക്ക് അങ്ങനെ പോകാനൊന്നും പറ്റൂല കാണാന്. അപ്പൊ ഇത്തകാനെ കിട്ടിയപ്പോൾ ഇത്തക പറഞ്ഞു നമുക്ക് പോവാ. അങ്ങനത്തെ ഒരു രീതിയിൽ ഞാനും പോയി ഇത്തകാനെ കൂടെ. ദളപതി വിജയനെ കാണണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു യാത്രയുടെ. നമ്മള് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് മലപ്പുറത്തെ താനൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ചെന്നൈ വരെ ഞങ്ങൾ പോകുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം 650 കിലോമീറ്റർ നമ്മൾ നടക്കുന്നുണ്ട്. അതും ഞങ്ങൾ രണ്ടുപേരും കാൽനടയായിട്ടാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത് മുഴുവനും. ഇതിനകത്ത് റിസ്ക് എന്ന് വെച്ചാൽ ഞങ്ങള് ടെന്റ് അടിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്, അല്ല റൂമും കാര്യങ്ങളും എടുക്കുന്നില്ല. പിന്നെ ഭക്ഷണം നമ്മൾ പോകുന്ന വഴിക്ക് കടകളിൽ നിന്ന് കഴിക്കും, എന്നിട്ട് നമ്മൾ അങ്ങനെ പോകും. പിന്നെ കുറെ പേര് നമ്മളെ കാണുന്നവര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരണോ, അതുപോലെ വെള്ളം വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എല്ലാവരോടും സന്തോഷം പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാട്ടോ. അത് ആ ഒരു സപ്പോർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നടക്കാനുള്ള ഒരു ഊർജ്ജം കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം ഈ നടക്കുന്നവർക്ക് ഇതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ട് അറിയില്ല, അത്രയേറെ പെയിൻ ഉണ്ട്. നമ്മൾ ഈ ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ രാവിലെ തൊട്ട് നമ്മൾ നടപ്പ് തുടങ്ങുന്നതാണ്. അപ്പൊ അതിന്റെ പെയിൻ നടന്നിട്ടുള്ളവർക്ക് നല്ലപോലെ അറിയാം. അപ്പൊ 650 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, നല്ല യാത്രയുണ്ട്, നല്ലപോലെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങള് ദളപതിയുടെ അടുത്ത് എത്തും. പാലക്കാട് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. ചെന്നൈയിലെത്തിയാൽ എങ്ങനെയാണ് വിജയെ കാണുക എന്നൊന്നും ഇരുവർക്കും അറിയില്ല. എന്തായാലും ആദ്യം ചെന്നൈയിലെത്തുക, പിന്നെ പതിയെ അതിനുള്ള വഴി ഒരുങ്ങുമെന്നാണ് വിശ്വാസം. മുഖ്യമന്ത്രി പദവിയിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ചെന്നൈയിൽ എത്താനാകുമെന്നാണ് കരുതുന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇരുവരും നടത്തം തുടങ്ങിയത്. കോട്ടയം സ്വദേശിയാണ് മുഹമ്മദ് റാഫി. ഷഹനയെ വിവാഹം ചെയ്തതിനു ശേഷം താനൂരിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു മുഹമ്മദ് റാഫി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.